Hello my dear students. നമ്മൾ ചാപ്റ്റർ ലാസ്റ്റ് പാർട്ടിലോട്ട് കിടക്കണം. സ്കേലാർസ്, വെക്ടേഴ്സ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, മോഷൻ ഇൻ എ പ്ലെയിൻ വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. മോഷൻ ഇൻ എ പ്ലെയിൻ വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ രണ്ട് എക്സാമ്പിൾ ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് വൺ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു? പ്രൊജക്ടൈൽ മോഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ 2 ഡയമെൻഷണൽ മോഷനിൽ അനദർ എക്സാമ്പിളാണ് സർക്കുലാർ മോഷൻ. ഓക്കെ, വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. നമുക്ക് കുറച്ച് ബേസിക്സ് മാത്രമേ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഇതിൻ്റെ ഹയർ ലെവൽ സർക്കുലാർ മോഷൻ നമ്മൾ ലോസ് ഓഫ് മോഷനിലും അതുപോലെ തന്നെ വർക്ക് എനർജി പവറിലുമാണ് അതിൻ്റെ ഫർദർ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പം നമുക്ക് ബേസിക്സിലോട്ട് പോകാം. സർക്കുലാർ മോഷൻ ഓർമ്മിക്കുക. സർക്കുലാർ മോഷൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ 2 ഡയമെൻഷണൽ മോഷൻ ഓർ മോഷൻ ഇൻ എ പ്ലെയിൻ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റാണ്. സിംപിളി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ സർക്കുലർ മോഷനിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റും ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യാം. ആ റിലേഷൻ ഡിറൈവ് ചെയ്ത് നമ്മൾ ഫൈനൽ റിസൾട്ടിലെത്തുമ്പോൾ നിങ്ങൾ പഠിച്ചൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ വരും. നമുക്ക് നോക്കാം. നോക്കൂ, ഇനീഷ്യലി എ ബോഡി ഈസ് ഹിയർ. ഇതാ ഇവിടെയാണ് ബോഡി. അയാളുടെ പൊസിഷൻ വെക്ടർ സേ R1 വിത്ത് റെസ്പെക്ട് ടു ദിസ് ഒറിജിൻ. ഓക്കെ, ആഫ്റ്റർ എ വൈൽ ബോഡി ഇതാ ഇവിടെ എത്തി എന്ന് വിചാരിച്ചോളൂ. അതായത് ഇവിടെ എത്തി. ഫൈനൽ പൊസിഷൻ വെക്ടർ R2. ആ ഫിഗറിലോട്ട് നോക്കിയാൽ ഒരു കാര്യം ക്ലിയർ ആണ്. R1ൻ്റെ മാഗ്നിറ്റ്യൂഡും R2ൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിമാ. കാരണം സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ. പക്ഷേ R1ൻ്റെ ഡയറക്ഷനും R2ൻ്റെ ഡയറക്ഷനും സെയിം ആണോ? അല്ല. അതുകൊണ്ട് R2 ഈസ് നോട്ട് ഈക്വൽ ടു R1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ ഞാനിങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ വരച്ചാൽ ആ ഡോട്ടഡ് ലൈനാണ് ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ or final position vector minus initial position vector is the displacement. ഈ ബോഡി എത്ര ആംഗിളാണ് ടേൺ ആയത്? ടേൺ ആയിട്ടുള്ള ആംഗിൾ നമുക്കൊരു കാര്യം ചെയ്യാം, തീറ്റ എന്ന് വിചാരിക്കാം. തീറ്റ ഈസ് ദ ആംഗിൾ ടേൺഡ്. അപ്പം നമുക്ക് t=0 ടൈമിൽ ബോഡി ഇവിടെയാണെന്നും t= ഒരു ഡെൽറ്റ ടി ടൈമിൽ ബോഡി ഇവിടെ എത്തിയെന്നും നിങ്ങൾ വിചാരിച്ചോളൂ. ഓക്കെ, സോ ഇൻ ദിസ് ഫിഗർ തീറ്റ ഈസ് ദ angular displacement with respect to the origin. Delta R, this dotted line, is the linear displacement. നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നു the relationship between linear displacement and angular displacement. ഓക്കെ, നമുക്കറിയാം ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ ആർ ഈക്വൽ ടു വാട്ട് ഈസ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ഡെൽറ്റ ആർ? പറയൂ. ഡെൽറ്റ ആർ ഈസ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ. എല്ലാവർക്കും അറിയാതെ ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ. ഇനി നിങ്ങൾക്ക് മാഗ്നിറ്റ്യൂഡ് കാണാനും അറിയാം. സബ്ട്രാക്ഷൻ പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷനാണ് ഡെൽറ്റ ആർ ഈസ് ഈക്വൽ ടു R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയർ മൈനസ് 2R1 R2 കോസ് തീറ്റ. ഡെൽറ്റ ആർ ഈസ് ദ magnitude of the displacement. Okay, then നോക്കൂ, ഹിയർ R1ൻ്റെ മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ R2ൻ്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ടു സേ R. നമുക്ക് R എന്ന് എടുക്കാം, സേ R. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ആർ ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എല്ലാവരും ഒന്ന് പറയൂ. ഇറ്റ് ഈസ് ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് R സ്ക്വയർ മൈനസ് 2R സ്ക്വയർ കോസ് തീറ്റ. ഓർ ഡെൽറ്റ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2R square into 1 minus cos theta. Or delta R equal to root of 2R square into 2 sin square theta by 2. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 1 minus cos theta is 2 sin square theta by 2. അങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നു. ഫൈനലി നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? ഡെൽറ്റ ആർ ഈക്വൽ ടു 2R sin theta by 2. This is the expression for linear displacement. ഞാൻ പറയാം, ആ ഇക്വേഷനിൽ ഡെൽറ്റ ആർ ആരാ?
മാഗ്നിറ്റ്യൂഡ് ഓഫ് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്. ആർ ആരാ? ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. തീറ്റ ആരാ? തീറ്റ ഈസ് ദ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ക്ലിയർ? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്നും കൂടെ മാറ്റാം. ഡെൽറ്റ ആർ ഈക്വൽ ടു, നോക്കൂ, ഡെൽറ്റ ആർ ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ ഡെൽറ്റ തീറ്റ ബൈ 2 ആംഗിൾ ടേൺഡ്. നിങ്ങൾ ഈ ടേൺ ചെയ്തിട്ടുള്ള ആംഗിൾ ഉണ്ടല്ലോ, ഇത് നിങ്ങൾ ഡെൽറ്റ തീറ്റ എന്ന് എടുത്തു. സ്മോൾ ആംഗിൾ ടേൺഡ് ഈസ് ഡെൽറ്റ തീറ്റ. ഡെൽറ്റ തീറ്റ ഈസ് ദ ആംഗിൾ ടേൺഡ്. നോക്കൂ, ഇഫ് ഡെൽറ്റ തീറ്റ ഈസ് സ്മോൾ സേ ഡി തീറ്റ, അതായത് ഈ ആംഗിൾ ടേൺ ഇഫ് ഇറ്റ് ഈസ് വെരി 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 സ്മോൾ, നമുക്ക് ഡെൽറ്റ ആർ, ദെൻ നമുക്കൊരു കാര്യം ചെയ്യാം, ഡെൽറ്റ ആർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഡി ആർ. അതായത് ഈ ഡോട്ടഡ് ലൈൻ്റെ ലെങ്ത് വെരി 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 സ്മോൾ, അപ്പോൾ ഈ ആംഗിളും വെരി 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 സ്മോൾ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ഡി ആർ ഈസ് ഈക്വൽ ടു 2r ഇൻറ്റു ഡി തീറ്റ ബൈ 2. യെസ്, എന്താ റീസൺ? ഈ ആംഗിൾ വെരി 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 സ്മോൾ ആംഗിൾ, ഡെൽറ്റ തീറ്റയ്ക്ക് പകരം നമ്മൾ ഡി തീറ്റ എന്ന് എടുത്തു. ഡി തീറ്റ ഈസ് എ വെരി സ്മോൾ ആംഗിൾ. അങ്ങനെ വന്നാൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി തീറ്റ. അപ്പോൾ ഇവിടെ സൈൻ ഡി തീറ്റ ബൈ 2 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡി തീറ്റ ബൈ 2 ഇൻ റേഡിയൻ. നോക്കൂ, 2 കട്ടായി. ഇക്വേഷൻ നോക്കൂ, ഡി ആർ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡി തീറ്റ. dr is the linear displacement, r is the radius of the circle, d theta is the angular displacement, very small angular displacement. പറയട്ടെ, നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ നോക്കൂ, d theta is equal to dr by r. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡർ ബൈ റേഡിയസ്. ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചില്ലേ, യൂണിറ്റ് ഡയമെൻഷൻ എറർ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗിൾ ടേൺ ഈസ് ഈക്വൽ ആർക്ക് ബൈ റേഡിയസ്. എപ്പോഴേ പറ്റുമോ അറിയോ? നിങ്ങൾ നോക്കൂ, ഈ ആംഗിൾ വെരി 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 സ്മോൾ ആണെങ്കിൽ ഈ ഡോട്ടഡ് ലൈൻ്റെ ലെങ്ത്തും ഈ യെല്ലോ കളർ ആർക്ക് ലെങ്ത്തും അപ്രോക്സിമേറ്റ്ലി സെയിം ആവില്ലേ? ദാറ്റ്സ് ദ പോയിന്റ്. സോ ഡി തീറ്റ ഈസ് ഈക്വൽ ഡി ആർ ബൈ ആർ, ആംഗിൾ ടേൺ ഈസ് ഈക്വൽ ടു arc length divided by radius. ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. ഡി തീറ്റ ഈസ് ഈക്വൽ ടു ഡി ആർ ബൈ ആർ. ഇനിയാണ് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റിലോട്ടാണ് പോകുന്നത്. ഞാൻ പറയുന്നു, ഈ ബോഡി നോക്കൂ, ഈ ബോഡി ടേൺ ആയ ആംഗിൾ ഉണ്ടല്ലോ, അത് വെരി സ്മോൾ എന്ന് വിചാരിച്ചോളൂ. സർക്കിൾ ഒന്നുകൂടെ വരയ്ക്കാം. ഓക്കെ, ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ r1, ഡയറക്ഷൻ ഇങ്ങോട്ട്. ഫൈനൽ പൊസിഷൻ വെക്ടർ r2 ഇവിടേക്ക്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ദ സ്മോൾ ഡിസ്റ്റൻസ്, അതല്ലേ ഡി ആർ എന്ന് ഞാൻ പറഞ്ഞത്? ഡി ആർ ഓർമ്മിച്ച് വെച്ചോളൂ. dr is a vector. dr is a vector. This position vector is also a vector. ഈ dr, ഈ പോയിന്റിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ പോയിന്റിന് ടാൻജന്റ് വരയ്ക്കണം. ഡയറക്ഷൻ ഓഫ് dr is tangent to the circle. Tangent to the circle. ഇപ്പം ഞാൻ പറയുന്നു, ഈ ഇക്വേഷൻ ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്യുന്നു. ഡി ആർ ഈസ് ഈക്വൽ ടു ഡി തീറ്റ ഇൻറ്റു ആർ. ശരിയാണല്ലോ, ഇത് എഴുതി വെച്ചിരിക്കുന്നു. ഡി ആർ ഈസ് ഈക്വൽ ഡി തീറ്റ ഇൻറ്റു ആർ. ഞാൻ വെക്ടർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. വെക്ടർ ഡി ആർ ഈസ് ഈക്വൽ ടു വെക്ടർ ഡി തീറ്റ ക്രോസ് ആർ. ഇതിനാണ് ഈ ചാപ്റ്ററിൽ ഞാൻ നിങ്ങളെ ക്രോസ് പ്രോഡക്റ്റ് പഠിപ്പിച്ചത്. ഓർമ്മിച്ച് വെച്ചോളൂ. ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്ടർ, ഡി ആർ ഈസ് എ വെക്ടർ. നിങ്ങൾക്ക് അറിയാൻ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണല്ലോ. ഈ ഒരു പോയിന്റിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ എവിടേക്കായിരിക്കും?
നിങ്ങൾ സർക്കിൾ വരച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങളോട് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ ചോദിച്ചാൽ ആ പോയിന്റ് ഉൾപ്പെടുന്ന രീതിയിൽ നിങ്ങളൊരു സ്മോൾ എലമെൻ്റൽ ലെങ്ത് എടുക്കുകയും ആ സ്മോൾ എലമെൻ്റൽ ലെങ്ത്തിൽ നിങ്ങൾ ടാൻജൻറ്റ് വരയ്ക്കുകയും വേണം. ഓക്കെ, ഡി തീറ്റ ക്രോസ് ആർ. അപ്പോൾ കൺഫ്യൂഷനായി. ആംഗിൾ ഈസ് വെക്ടർ, ആംഗിൾ വെക്ടറാണ്. നിങ്ങൾ യൂണിറ്റ് ഡയമെൻഷൻ എറർ എന്ന ചാപ്റ്ററിൽ ആംഗിൾ ഈസ് എ സ്കേലാർ എന്നാണോ പഠിച്ചത് അതോ വെക്ടർ എന്നാണോ പഠിച്ചത്? ഇതാ സാറ് പറയുന്നു ആംഗിൾ ഈസ് എ വെക്ടർ. ദാറ്റ് സ്മോൾ ആംഗിൾ ഈസ് എ വെക്ടർ, not ordinary vector. It's a special kind vector called axial vector. Angle is a axial vector. ഞാൻ പറയട്ടെ ഡയറക്ഷൻ എവിടേക്കാണെന്ന്. ദാ ബോഡി ഇങ്ങനെ കറങ്ങുന്നു എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ കറങ്ങുന്ന ഡയറക്ഷനിൽ നമ്മുടെ പാം ഫിംഗേഴ്സ് പിടിക്കണം. ദാ ഫിംഗേഴ്സ്. ദെൻ തമ്പ് എവിടേക്കാണ് നിൽക്കുന്നത്? തമ്പ്, എൻ്റെ തമ്പ് ടുവേഡ്സ് യു അല്ലേ? അതായത് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആൻഡ് ഔട്ട്വേർഡ് ആണോ? അങ്ങനെയാണെങ്കിൽ അതാണത്രേ നമ്മുടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ. സോ ഓർമ്മിച്ച് വെച്ചോളൂ, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ വെക്ടർ, നോട്ട് ഓർഡിനറി വെക്ടർ. ഇറ്റ് ഈസ് കാൾഡ് ആക്സിയൽ വെക്ടർ. വൈ ഇറ്റ് ഈസ് കാൾഡ് ആക്സിയൽ വെക്ടർ? ദ ഡയറക്ഷൻ ഓഫ് ആക്സിയൽ വെക്ടർ ഈസ്, ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് വിചാരിക്കും. സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ലൈനെ നമ്മൾ ആക്സിസ് എന്നല്ലേ പറയുക. അതായത് ഈ ആക്സിസിനെ ബേസ് ചെയ്ത് ബോഡി കറങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ ആക്സിസിൻ്റെ ഡയറക്ഷനും ഈ നമ്മളിപ്പോൾ പറഞ്ഞ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനും സെയിം ആണത്രേ. സോ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ ആക്സിയൽ വെക്ടർ. ദ ഡയറക്ഷൻ ഓഫ് ആക്സിയൽ വെക്ടർ ഈസ് പാരലൽ ടു ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഓർമ്മിച്ച് വയ്ക്കൂ, ഡയറക്ഷൻ ഓഫ് ആക്സിയൽ വെക്ടർ ഈസ് പാരലൽ ടു ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്സിയൽ വെക്ടർ എന്ന് വിളിക്കുന്നത്. ഓർ പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ. നിങ്ങൾ നോക്കൂ, ഞാനിപ്പോൾ ഇവിടെ എക്സ് എന്ന് ഇങ്ങോട്ടും അതുപോലെ ഇങ്ങോട്ട് വൈ എന്ന് എടുത്താൽ ഈ ബോഡി കറങ്ങുമ്പോൾ അത് എക്സ് വൈ പ്ലെയിനിലല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എക്സ് വൈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. നിങ്ങൾ ക്രോസ് പ്രൊഡക്റ്റ് ഞാൻ നേരത്തെ പഠിപ്പിച്ചില്ലേ നിങ്ങൾ? ആ സമയത്ത് ഡി ആറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഡി തീറ്റയ്ക്കും പെർപെൻഡിക്കുലർ ആയിരിക്കണം, ആറിനും പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഹിയർ ഡി തീറ്റയുടെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ദാ ഡി ആർ എന്ന് പറയുന്ന വെക്ടർ ദാ ഇങ്ങോട്ടല്ലേ, ആർ എന്ന് പറഞ്ഞ വെക്ടർ ദാ ഇവിടേക്കല്ലേ. ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിരിക്കണം. എത്ര? ആര്? ഡി തീറ്റ. ഡി തീറ്റ ഈസ് കാൾഡ് ആക്സിയൽ വെക്ടർ. Direction of axial vector is parallel to axis of rotation or perpendicular to plane of rotation. നമ്മൾ സിമ്പിളായിട്ട് പറയുമ്പോൾ ഡി തീറ്റ ഈസിൽ ഡി ആർ ബൈ ആർ എന്ന് എഴുതും. കറക്റ്റ് റിലേഷൻഷിപ്പ് ഇതാണ് കേട്ടോ. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതാണ് ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. ഓക്കെ, ദിസ് വൺ ഡി ആർ ഈസ് ഈക്വൽ ടു ഡി തീറ്റ ക്രോസ് ആർ. സോ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ എങ്ങനെ കിട്ടും? ഏത് പോയിന്റിലാണോ വേണ്ടത് ആ പോയിന്റിൽ നിങ്ങൾ ടാൻജൻറ്റ് വരയ്ക്കണം. പിന്നെ റേഡിയസ് വെക്ടറിൻ്റെ ഡയറക്ഷൻ ഡൗട്ട് ഇല്ലല്ലോ, ക്ലിയർ ആണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ മാത്രമാണ് ഈ കേസിൽ പുറത്തോട്ട്, അതായത് പാരലൽ ടു ആക്സിസ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു എക്സ് വൈ പ്ലെയിൻ, ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ. ഇനി നമ്മൾ പോകുന്നത് ആംഗുലാർ വെലോസിറ്റിയിലേക്കും ആംഗുലാർ ആക്സലറേഷനിലേക്കൊക്കെയാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ്, അതായത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനെ കുറിച്ച് നല്ല അവയർനെസ് വേണം കേട്ടോ. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൽ നിന്നും നമ്മൾ ആംഗുലാർ വെലോസിറ്റിയിലേക്ക് പോകുന്നു. നോക്കിക്കോളൂ, നമ്മൾ ഫൈനലി ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ഒന്നും കൂടെ ഓർമ്മിച്ചെടുക്കൂ. ഡി ആർ ഈസ് ഈക്വൽ ടു ഡി ആർ ഈക്വൽ ടു ഡി തീറ്റ ക്രോസ് ആർ. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ആർ എന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് കളർ ലൈനാണ് ആർ വെക്ടർ. ഓക്കെ, ഡി ആർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പോയിന്റിലെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വേണ്ടതെങ്കിൽ ആ പോയിന്റ് ഉൾപ്പെടുത്തി ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് നിങ്ങൾ എടുക്കുന്നു, അയാളാണ് ഡി ആർ. അതാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്, ഡി ആർ. ദിസ് വൺ ഈസ് ഡി ആർ. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന ഈ സ്മോൾ ആംഗിൾ ആണ് ആര്? ഡി തീറ്റ. ഞാൻ വരയ്ക്കുമ്പോൾ അല്പം വലുതാക്കി വരച്ചിട്ടുണ്ട്, ഓർമ്മിക്കുക. ദിസ് ആംഗിൾ ഈസ് വെരി 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 സ്മോൾ.
അത് വെരി വെരി സ്മോൾ ആയാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാം ദിസ് ഡി ആർ ഈസ് ആൾസോ വെരി വെരി സ്മോൾ. നമ്മൾ പറയും ഒരു പോയിന്റ് എന്ന് പറയും. ആക്ച്വലി ആ ഒരു പോയിന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള വെരി വെരി സ്മോൾ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡി ആർ എന്ന് പറയുന്നത്. ഈ വെക്ടറാണ് ആർ. ഈ ഫിഗറിന് ക്ലിയർ ആണ്. ആറും ഡി ആറും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് ഡി ആർ, നോ ഡൗട്ട് ഇറ്റ് ഈസ് 90 ഡിഗ്രി. ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് ഡി ആർ ഈസ് 90 ഡിഗ്രി. ഒറ്റ കാര്യം ചെയ്യാം, ഡി ആർ ബൈ ഡി ടി ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി ക്രോസ് ആർ. നോക്കൂട്ടോ പ്രൊസീജിയർ. ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഉൾപ്പെടുത്തി നമ്മളെടുത്തൊരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ ഡി ആർ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആരാ പറയൂ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. നോ ഡൗട്ട് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഈസ് വെലോസിറ്റി. Which velocity? Linear velocity or simply velocity equal to d theta by dt. It is omega, the new quantity, angular velocity. Angle turned in unit time is called angular velocity cross r. So ഒരു പുതിയ റിലേഷൻഷിപ്പ് കിട്ടുന്നു. വെലോസിറ്റി v is equal to omega cross r. Velocity v is equal to omega cross r. ഓർ വി ഈസ് ഈക്വൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം ചോദിച്ചാൽ നമുക്ക് ഒമേഗ ആർ എന്ത് എഴുതാം? ഒമേഗ ആർ ഇൻറ്റു സൈൻ 90. എന്തുകൊണ്ടാണ് സൈൻ 90? നോക്കൂ, ആർ വെക്ടർ ഇങ്ങോട്ട്, ഡി ആർ വെക്ടർ ഇങ്ങോട്ട്. അപ്പോൾ ആർ വെക്ടറും ഡി ആർ വെക്ടറും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലറാണ് ഒമേഗ. ഒമേഗ ദാ ഇങ്ങനെ നിൽക്കും. ദാറ്റ് ഈസ് ഡയറക്ഷൻ ഓഫ് ഒമേഗ ഈസ് ടുവേർഡ്സ് യു. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈ സർക്കിളിൻ്റെ റേഡിയസും ഒമേഗയും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. ആ ഒമേഗയും ഡി ആർ വെക്ടറും തമ്മിലുള്ള ആംഗിളും എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. ഗോട്ട് ദ പോയിന്റ്? യെസ്. അങ്ങനെയാണെങ്കിൽ വി ഇസ് ഈക്വൽ ടു ഒമേഗ ആർ. ചില ബുക്കുകളിലെല്ലാം വി ഇസ് ഈക്വൽ നിങ്ങൾ സിംപ്ലി ആർ ഒമേഗ എന്ന് കാണാം. വി ഈക്വൽ ടു ആർ ഒമേഗ. പക്ഷേ ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ഇതാണ്. കറക്റ്റ് റിലേഷൻഷിപ്പ് വെക്ടർ വി ഇസ് ഈക്വൽ ഒമേഗ ക്രോസ് ആർ. ഇതും കറക്റ്റ് തന്നെയാണ്. ഇതാണ് വെക്ടർ ഫോമിലുള്ള റെപ്രസെൻറ്റേഷൻ. ഇതതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് മാത്രം പറയുന്നു. ദിസ് വി ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഒമേഗ ഈസ് ദ ആംഗുലാർ വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് ആംഗുലാർ വെലോസിറ്റി. ആർ ഈസ് ദ റേഡിയസ് വെക്ടർ. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, വി ഇസ് ഈക്വൽ ഒമേഗ ക്രോസ് ആർ. ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി? ഈ ഒരു പോയിന്റിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എവിടേക്കാണ്? ഒരിക്കലും നിങ്ങൾക്കത് കൺഫ്യൂഷൻ വരരുത്. ശരിക്കും നല്ല നല്ല സ്ട്രോങ് ആയിട്ട് പഠിച്ചു വെച്ചോളുണ്ട്. അതായത് ഈ പോയിന്റിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എവിടേക്ക്? ആ പോയിന്റിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ കിട്ടാൻ ആ പോയിന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് അതാണല്ലോ ഡി ആർ. ഡി ആറിൻ്റെ ഡയറക്ഷനും ഡി ആർ ബൈ ഡി ടി, അതായത് വെലോസിറ്റിയുടെ ഡയറക്ഷനും സെയിം ആണ്. സോ ഡയറക്ഷൻ ഓഫ് ലീനിയർ വെലോസിറ്റി ഈസ് ടാൻജൻഷ്യൽ ടു ദ സർക്കിൾ. ക്ലിയർ? അതായത് ബോഡി സർക്കുലാർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിലെ വെലോസിറ്റി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ പോയിന്റിൽ നിങ്ങൾ സർക്കിളിന് ടാൻജന്റ് വരയ്ക്കണം. എന്ത് വരയ്ക്കണം? ടാൻജന്റ്. അതായത് ഇതാണ് ടാൻജന്റ്. സോ ഡയറക്ഷൻ ഓഫ് ലീനിയർ വെലോസിറ്റി ഈസ് ടാൻജന്റ് ടു ദ സർക്കിൾ അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് റേഡിയസ് വെക്ടർ? റേഡിയസ് വെക്ടർ എന്ന് പറയുമ്പോൾ ഇതാണ് റേഡിയസ് വെക്ടർ. സോ വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് വെക്ടർ ആൻഡ് വെലോസിറ്റി? നോ ഡൗട്ട് ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് വെക്ടർ ആൻഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഈസ് 90 ഡിഗ്രി. ഇതും തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്നല്ലേ ക്വസ്റ്റ്യൻ? ഡി ആറും വെലോസിറ്റിയും ഒരേ ഡയറക്ഷനില്ല. അപ്പോൾ വെലോസിറ്റിയും റേഡിയസ് വെക്ടറും തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി. ഇനി ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഒമേഗ ആൻഡ് ആർ? ഒമേഗ ഈസ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആൻഡ് ഔട്ട്വേർഡ്. ഈ കേസിൽ പുറത്തോട്ട് അല്ലേ? നമുക്ക് അവിടെ ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാർക്ക് ചെയ്ത് കാണിക്കാൻ കഴിയില്ല. പേര് തന്നെ നിങ്ങൾക്കറിയാം, ആക്സിയൽ വെക്ടർ എന്നല്ലേ. അയാളെ നമ്മൾ സ്യൂഡോ വെക്ടർ എന്നും പറയാറുണ്ട്. PSUDO, ഫാൾസ് സ്യൂഡോ വെക്ടർ. സ്യൂഡോ വെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്ഷൻ മാർക്ക് ചെയ്ത് കാണിക്കാൻ കഴിയില്ല. അവിടെ ഒരു വെക്ടർ ഉണ്ട്,
അതായത് ബോഡി ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുമ്പോൾ ആംഗുലാർ വെലോസിറ്റി ഔട്ട്വേർഡ് ആണ്. എന്നാൽ ബോഡി തിരിച്ച് ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുകയാണെങ്കിൽ ഇൻവേർഡ് ആണ്. രണ്ട് പോസിബിലിറ്റി ഉള്ളൂ. ആംഗുലാർ വെലോസിറ്റി ഒന്നുകിൽ പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആൻഡ് ഔട്ട്വേർഡ്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആൻഡ് ഇൻവേർഡ്. ഈ ഫിഗറിൽ ഇത് കറങ്ങുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ്. നിങ്ങളുടെ ഫിംഗേഴ്സ് ആ ഡയറക്ഷനിൽ പിടിച്ചാൽ തമ്പ് വിൽ ഗീവ്സ് യു ദ ഡയറക്ഷൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി. ക്ലിയർ അല്ലേ? സോ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ഒമേഗ? 90 degree. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ആർ? 90 degree. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് ഒമേഗ? 90 degree. ക്ലിയർ? ആംഗുലാർ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തല്ലോ അല്ലേ? Velocity V is equal to omega cross R is the correct relationship. അതായത് നമ്മൾ എഴുതി dr by dt, rate of change of displacement is equal to rate of change of angular displacement into r. ഇതാണല്ലോ നമ്മൾ അങ്ങനെ എഴുതിയത് അല്ലേ? അപ്പോൾ ഒമേഗ എന്ന് പറയുമ്പോൾ ആരാ? ഒമേഗ ഈസ് ഈക്വൽ ടു, ഇതിനെ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതുമ്പോൾ d തീറ്റ ബൈ ഡി ടി എന്ന് വരും. ആംഗുലാർ വെലോസിറ്റി ഈസ് ആംഗിൾ ടേൺഡ് ഇൻ യൂണിറ്റ് ടൈം. നോക്കൂ, ഈ ടേൺ ചെയ്തിട്ടുള്ള ആംഗിൾ ഡി തീറ്റ. അപ്പോൾ ബോഡി ഇവിടുന്ന് ഇവിടേക്ക് മൂവ് ചെയ്യുമ്പോൾ, അതായത് ഈ പോയിന്റിൽ ഈ പോയിന്റിലോട്ട് വരുമ്പോഴുള്ള സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ഡി ആർ എന്നെടുത്തു, കറസ്പോണ്ടിങ് വെലോസിറ്റി വി എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ഡി തീറ്റ ബൈ ഡി ടി ഈസ് കാൾഡ് ഒമേഗ, ഓർ ഒമേഗ ഈസ് ഈക്വൽ ടു തീറ്റ 2 മൈനസ് തീറ്റ 1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിൻലി യൂണിഫോം സർക്കുലർ മോഷനാണ്. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം, ആംഗുലാർ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. അതായത് കറങ്ങുന്ന സമയത്ത് ആംഗുലാർ വെലോസിറ്റി എന്തായി നിൽക്കണം? കോൺസ്റ്റൻ്റ് ആയി നിൽക്കണം. ദാറ്റ് ടൈപ്പ് ഓഫ് സർക്കുലർ മോഷൻ ഈസ് കാൾഡ് യൂണിഫോം സർക്കുലർ മോഷൻ. എക്സാമ്പിൾ പറയാൻ പറ്റും നിങ്ങൾക്ക്? മോഷൻ ഓഫ് ഇലക്ട്രോൺ അറൗണ്ട് ന്യൂക്ലിയസ്, മോഷൻ ഓഫ് സാറ്റലൈറ്റ്സ് അറൗണ്ട് എർത്ത്, അങ്ങനെ കുറേ എക്സാമ്പിൾസ് നമുക്ക് പറയാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം, ഒരു ആംഗിൾ ഒരു ടേണിങ് കഴിയുമ്പോൾ, അതായത് ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ആയിട്ട് കറങ്ങിയാൽ, ഒരു കറക്കൽ കറങ്ങിയാൽ എത്ര ആംഗിളാണ് ടേൺ ആവണത്? 2π. അപ്പോൾ ഇനീഷ്യലി 0 ആംഗിൾ ആയിരുന്നു, ഒരു കറക്കം കറങ്ങിയപ്പോൾ 2π ആംഗിൾ കവർ ചെയ്തു എന്ന് വിചാരിച്ചോളൂ. ബൈ എത്ര സമയം കൊണ്ടാണ് ഒരു കറക്കം കറങ്ങുക? ടി ടൈം കൊണ്ട്. അത് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുവേ, -0. അങ്ങനെയാണെങ്കിൽ ഒമേഗ ഈക്വൽ ടു നമുക്ക് എഴുതാം 2π/t. 2π/t, where omega is the angular velocity of the body, or sometimes called angular frequency. രണ്ടു ഒരാളാണ്. ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാലും ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാലും രണ്ടുപേരും സെയിം ആണെന്ന്. അപ്പം നിങ്ങൾ ഈ ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t. ടൈം പീരീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് സർക്കുലർ മോഷൻ ഈസ് കാൾഡ് യൂണിഫോം സർക്കുലർ മോഷൻ. ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഒമേഗ ഈസ് എ കോൺസ്റ്റന്റ്. ഇതിനെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ, ഒമേഗ ഈസ് ഈക്വൽ ടു 2π ടൈംസ് ന്യൂ. പഠിച്ചിട്ടില്ലേ? 1 ടൈം ഈസ് ഫ്രീക്വൻസി. അപ്പോൾ ഒമേഗ എന്ന് പറയുമ്പോൾ ആരാണ്? ഒമേഗ ഈസ് 2π ടൈംസ് ഫ്രീക്വൻസി. ഈ ഇക്വേഷനും നിങ്ങൾ മറന്നു പോകരുത്. സോ വാട്ട് ഈസ് ഒമേഗ? ഒമേഗ ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. യൂണിഫോം സർക്കുലർ മോഷൻ ഇൻ 1 revolution ബോഡി കവേഴ്സ് 2π റേഡിയൻ ഇൻ എ ടൈം ഇൻ്റർവൽ ടി. ഇനിയിപ്പോൾ 2 കറക്കം കറങ്ങിയെന്ന് വിചാരിച്ചോളൂ, കംപ്ലീറ്റ് ആയിട്ട് 2 റെവല്യൂഷൻസ്. അപ്പോൾ ആകെ കവർ ചെയ്യുന്ന ആംഗിൾ എന്ത് വരും? ആകെ കവർ ചെയ്യുന്ന ആംഗിൾ 4π - 0. അതിനെടുക്കുന്ന ടൈം 2t അല്ലേ? 2 കറക്കം കറങ്ങുമ്പോൾ ടേൺ ചെയ്യുന്ന ആംഗിൾ 4π, അതിനെടുക്കുന്ന ടൈം 2t. നോക്കൂ, അപ്പോഴും നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടും? 2π/t തന്നെ വരും. ഇത് തന്നെ വരും. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, ആംഗുലാർ വെലോസിറ്റി റിലേറ്റഡ് ടു ടൈം പീരീഡ് ബൈ എൻ ഇക്വേഷൻ ഒമേഗ ഈക്വൽ ടു 2π/t, where omega is angular velocity of the body or angular frequency. ഞാൻ ചോദിക്കട്ടെ, ഒമേഗയുടെ ഡയറക്ഷൻ എവിടേക്കാ? ഒമേഗ സ്കേലാർ ആണോ വെക്ടർ ആണോ? ഒമേഗ ഈസ് എ ആക്സിയൽ വെക്ടർ. ഒമേഗ ഈസ് എ ആക്സിയൽ വെക്ടർ. ഡയറക്ഷൻ ഓഫ് ഒമേഗ ഈസ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി, പെർപെൻഡിക്കുലർ ടു റേഡിയസ് വെക്ടർ. നമ്മളൊരു റേഡിയസ് വെക്ടർ വരച്ചു, നമ്മൾ വെലോസിറ്റി വെക്ടർ വരച്ചു. ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിരിക്കണം ആര്? ആംഗുലാർ വെലോസിറ്റി. ആംഗിൾ ബിറ്റ്വീൻ angular velocity and velocity is 90 degree. Angle between angular velocity and radius vector is also 90 degree. Angle between radius vector and velocity is also 90 degree. So remember, angular velocity is a
axial vector. Direction of omega is parallel to axis of rotation or perpendicular to plane of rotation. Okay, that's about angular velocity.